നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പുണ്ട്. എന്തിനാ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ്? സഹാബാക്കൾ ചോദിച്ചു, നബിയെ എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളും വ്യാഴവുമാണ് നമ്മൾ ചെയ്ത അമലുകൾ അള്ളാന്റെ അടുത്തേക്ക് മലക്കൾ കൊണ്ടുപോവുക. തിങ്കളാഴ്ച ഇശാ നമസ്കാര ശേഷവും വ്യാഴാഴ്ച ഇശാ നമസ്കാര ശേഷവും അങ്ങനെ കൊണ്ടുപോകുന്ന മലക്കുകൾ ചിലരുടേത് കൊണ്ടുപോകുമ്പം ആകാശത്തിന്റെ ഒന്നാമത്തെ വാതിൽ തുറക്കുന്നില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഹദീസിലുള്ളതാ, അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയതാ. ഒന്നാമത്തെ വാതിലിന്റെ അരികിൽ നിന്ന് ആ മലക്കുകൾ റബ്ബിനോട് പറയും, പടച്ചോനെ പെന്നെയാന്ന് കരുതുക, അൻസാറാണ്, നല്ലോണം നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് വെച്ചിട്ടുണ്ട്, സുന്നത്തോമ്പ് എടുത്തിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, എന്നിട്ടും ഇയാളുടെ അമലിന് വേണ്ടിയിട്ട് എന്താ റബ്ബേ ഈ അള്ളാന്റെ കവാടം തുറക്കാത്ത റബ്ബേ? എന്തുകൊണ്ടാ പടച്ചോനെ ഇവന്റെ അമൽ എനിക്ക് വേണ്ടാത്ത? അള്ള ഏയാൻ ആകാശത്തുനിന്ന് കൽപ്പന കൊടുക്കും, കദിപ്ത കള്ളനാണവൻ. അത്ഭുതത്തോടെ മലക്കൾ ചോദിച്ചു. അതേ ചോദ്യം റസൂലിനോട് സഹാബത്തും ചോദിച്ചു, നബിയേ അള്ള കള്ളനാന്ന് പറയാനുള്ള കാരണം എന്താ? അള്ളാന്റെ പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു, അവൻ കുടുംബത്തിൽ ആരോടോ പിണങ്ങി ജീവിക്കുന്നതുകൊണ്ട്, അവൻ കുടുംബത്തിൽ ആരോടോ മനസ്സിൽ അലോഗ്യം വെച്ച് ജീവിക്കുന്നവനായതുകൊണ്ട് അള്ളാഹു പറയും, കുടുംബ ബന്ധം മുറിച്ചവർ കള്ളന്മാരാ, അതുകൊണ്ട് അവർക്ക് അള്ളാന്റെ അടുത്തേക്ക് പ്രത്യേകിച്ച് സ്ഥാനമല്ല. അത്രക്ക് ഗൗരവമുണ്ട് കുടുംബം നന്നാക്കുക എന്നുള്ളത്. നമ്മളെ നിസ്കാരവും നോമ്പും ഒക്കെ ഒന്ന് ക്ലിയറാ. പക്ഷെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞാനതങ്ങ് ക്ഷമിച്ചേക്കട്ടെ, ഞാനങ്ങ് നന്നാവട്ടെ, ഞാനൊരു ചിരി കൊടുത്താലോ സലാം പറഞ്ഞാലോ അത് തീരെങ്കിൽ അങ്ങ് തീരട്ടെ, ന്യായം എൻ്റെ പക്ഷത്താണെങ്കിലും പടച്ചോൻ എനിക്ക് വേറെ വഴിക്ക് തരും, എന്നോട് അനീതി കാണിച്ചവർക്ക് അള്ള കൊടുത്തോളും എന്ന ഒരു ബോധത്തോടു കൂടി എല്ലാ ബന്ധങ്ങളും നന്നാക്കാൻ സാധിക്കണം.